നീർമാതളപ്പൂക്കൾ. ഈ വാക്കു തന്നെ മാധവിക്കുട്ടി എന്ന ഓർമ്മയാണ്. മലയാളിയുടെ മനസ്സിലെ നീഹാരമായ ഓർമ്മകളാണ്. ആ കാലമാണ് മാനവീയം വീതിയിലെ ഈ മരം നിറയെ പൂത്തിരിക്കുന്നത്. മാനവീയത്തിലൊത്തുകൂടുന്ന വനിതാ സംഘടനയാണ് സുഗതകുമാരി ടീച്ചറെ കൊണ്ട് മരം നടിച്ചതും പിന്നീട് പരിപാലിച്ചു പോകുന്നതും. നീർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ചക്കാലത്തിന് വേണ്ടിയാണ്. പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്നുയർന്നാൽ നീർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം. പൂക്കൾ വന്ന് നിറഞ്ഞാൽ ഇലകൾ കൊഴിയുകയും ചെയ്യും. നാളുകൾക്ക് മുൻപ് പെയ്ത പുതുമഴയിലാണ് നീർമാതളം പൂത്തു തളർത്തത്. ഈ പൂക്കളോട് മാധവിക്കുട്ടിക്കുള്ള ഇഷ്ടം മലയാളി മറക്കാനിടയില്ല. മാധവിക്കുട്ടിയുടെ ഒരു സ്മാരകം ഉണ്ടാകണമെന്ന് സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ള ശിക്ഷണശാലികളായ കവികളും കലാകാരന്മാരും ആഗ്രഹിക്കുകയും അന്ന് നട്ടതാണ് ഈ നീർമാതളം. ഈ മരത്തണലിൽ മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ കടന്നെത്തുമ്പോൾ സാഹിത്യത്തോടൊപ്പം രാഷ്ട്രീയവും ചർച്ചയാവുകയാണ്. എന്തെന്നാൽ മാധവിക്കുട്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവരുടെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന്റെ ഇടമായിരുന്നു. ലോക്സേവാ പാർട്ടി എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് 1984-ലാണ്. മലയാളി നെഞ്ചേറ്റിയ മാധവിക്കുട്ടിയെയും സാഹിത്യത്തെയും പക്ഷേ രാഷ്ട്രീയ കേരളം പിന്തുണച്ചില്ല. 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടി കോൺഗ്രസിന്റെ എ ചാൾസ് വിജയിച്ചപ്പോൾ മാധവിക്കുട്ടിക്ക് ലഭിച്ചത് വെറും 1786 വോട്ടുകൾ മാത്രം. ജനങ്ങൾക്ക് തന്നെ വേണ്ടാത്തതുകൊണ്ടാണ് തോറ്റതെന്നായിരുന്നു മാധവിക്കുട്ടിയുടെ പ്രതികരണം. ശേഷം ദീർഘകാലത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് മാധവിക്കുട്ടി ഉണ്ടായിരുന്നില്ല. മാധവിക്കുട്ടിയുടെ മരണത്തോടെ പാർട്ടി ഇല്ലാതാവുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.